ഹായ് ഗായ്സ്. അപ്പൊ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞങ്ങൾ പോയ സ്ഥലം ഇതാണ്, കൊച്ചിൻ സമ്മർ കാർണിവൽ. ബോട്ടിങ്ങിന് ശേഷം 1 മണിക്കൂർ സമയം നമ്മൾ മറൈൻ ഡ്രൈവിൽ ചെലവഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ്, 100 എല്ലാവർക്കും ഒന്ന് കയറി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേരും കയറി നോക്കുമ്പോൾ ഉണ്ടിടാ, നമ്മൾ ഈ കണ്ണൂർ കാണുന്ന ഫെസ്റ്റ് പോലെയല്ല. ഞങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര അതിശയപ്പോയി. കാരണം നല്ല രസമുണ്ട് കാണാൻ. കുറേ ലവ് ബേർഡ്സ് ഇങ്ങനെ ചുറ്റിനും പറക്കുന്നേ, പിന്നെ ആമ, പാമ്പ്, ഓന്ത്, അത് പല ഇനം. നമ്മളാണ് ഇതിൻ്റെ അടുത്തെല്ലാം പോയി നോക്കുമ്പോൾ ചിലതെല്ലാം ഇങ്ങനെ ചത്ത പോലെ കിടക്കുക. കൊച്ചിതുള്ള എല്ലാത്തിൻ്റെയും പേരും സ്വഭാവ സവിശേഷങ്ങളും എല്ലാം അടുത്തുള്ളൊരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പേടിക്കുന്ന സാധനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ മാറിയിരുന്നേ. എല്ലാവരും കൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കണ്ണി ലവ് ബേർഡ്സിൻ്റെ അടുത്തായിനെ. ഈ ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇങ്ങനെ താണ്ടു പറന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വെച്ചിട്ട് എന്താ ഇങ്ങനെ പറക്കുന്നത്. അപ്പം എന്താ അടുത്ത പണിക്കാരൻ ഇങ്ങനെ ഇവർ പോയി മരത്തിലിരിക്കുമ്പോൾ മരം അടിക്കുന്നുണ്ട്. അപ്പം ഇത് പക്ഷികൾ പേടിച്ചിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക അറസ്റ്റില്ലാണ്ട്. പാവങ്ങൾ എന്നെ ഈ തത്താണ് ആ കണ്ടപ്പം മുതലേ കൂട്ട് നടാൻ കളിക്കുക. നമ്മളെ കണ്ട് ഇഷ്ടമായിട്ടാണോ അതോ ഞങ്ങൾക്കൊരു കൊത്ത് തരാനാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ട്. ചില കൂട്ടിലെല്ലാം നമ്മൾ കണ്ട് പരിചയമുള്ള മൃഗങ്ങളും ചിലതിൽ കാണാത്ത മൃഗങ്ങളാണുള്ളത്. എന്നാൽ ഒരു കൂട്ടി നോക്കുമ്പോൾ ഉണ്ടല്ല, ഒരു മൃഗം അതിൽ കാണുന്നില്ല. അതിൻ്റെ പുറത്താണെങ്കിൽ ആഫ്രിക്കൻ ബോൾ പൈത്തൻ എഴുതിയിട്ടുണ്ട്. കൂട്ടിനുള്ളിൽ കാണാത്തോണ്ട് പുറത്തായിരിക്കും ചുറ്റിക്കറങ്ങുന്ന ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ ആ സ്ഥലം വിട്ട്. പിന്നെ അതിന് ശേഷം പല പല ജീവികളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിനെയും വീഡിയോ നടക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ താണ്ട ഒരു പാമ്പിനെ തന്നെ കഴുത്തിക്കൂടെ ചുറ്റിയിട്ട് ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു. ഇനി ആ കാണാണ്ട് പോയ പാമ്പിനാണ് അടുത്ത് ചുറ്റിനൊന്നും നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ കയറി പോകുമ്പോൾ താഴ്ന്നത് താൻ്റെ ഒരു വലിയ കരടിക്കുത്തനെ. കരടിക്കുട്ടാണ് ഞങ്ങളെ കാണേണ്ട താമസം. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ കരടിക്കുത്തൻ. പിന്നെ താനെ നമ്മളൊരു മെർമെയ്ഡിനെ കണ്ടു. പിന്നെ മെർമെയ്ഡ് വന്ന ശേഷം നമ്മളിങ്ങനെ നടന്നു. എന്തൊരു 3D എന്തോ ഒരു സംഭവം കാണാനാന്ന് പോയിനി. പിന്നെ ആടെത്തുമ്പോഴായി സതീശാണ്. കാരണം നമ്മ മനസ്സിൽ വിചാരിച്ചത് 3D മറ്റേ കന്നഡ എല്ലാം വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് തന്നെ ഒന്നൊന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. തലയെല്ലാം ഇറങ്ങിപ്പോയിന്. കുറേ നേരം നോക്കി നിന്നിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ ശരിക്കും ആ വേൾഡിൻ്റെ ഉള്ളിൽ പെട്ട പോലെ ആയിരുന്നു. വീഡിയോ കാണുന്ന പോലെ എല്ലാ ഗൈസിൻ്റെ എഫക്റ്റ് കുട്ടികൾക്കും വലിയവർക്കും ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. പിന്നെ ഞങ്ങൾ കയറി പോകുമ്പോൾ മറ്റേ ചൈന റോബോട്ട് ഒന്ന് കണ്ട ഗൈസ്. ചൈന റോബോട്ട് കുഞ്ഞൊരു കൈയെല്ലാം കൊടുത്ത് എനിക്ക് തന്നില്ല തെണ്ടി. എന്നിട്ട് നമ്മൾ ചെന്ന് വരുന്ന ഫുഡ് സ്റ്റാളിൻ്റെ മുന്നിലാണ്. ഫുഡ് സ്റ്റാൾ മാത്രമല്ല എന്തെല്ലോ ഉണ്ടായിരുന്നു സംഭവം. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറേ റൈഡെല്ലാം കണ്ടു. റൈഡിൽ കയറാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഗെയിം സ്റ്റോൾ കണ്ടു. ഗെയിമിലൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് വേഗം ഇറങ്ങാനായിട്ട് നോക്കി. അപ്പോഴത്തേക്കും ഞങ്ങളിതാ ഈ സാധനം കാണുന്നത്. സാധനത്തൊന്ന് ആൾക്കാരെ നേരെ താഴേക്ക് ഇടുവാണോ എന്താക്കുന്നൊന്ന് കാണുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് പോകാൻ സമയം ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗിൽ എത്തുള്ളൂ. ബൈ ഗൈസ്.